guys, welcome back to my YouTube channel. Last day of my vacation. നാളെ ലാസ്റ്റ് ഡേ. നാളെ ഞാൻ പോവും. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരും എന്നെ അവിടെ നിന്ന് നോക്കുന്നു ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്നാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ കിട്ടുന്ന സമയം. ഇത്ര ദിവസം ഞാനും ബിസിയായിരുന്നു, അവരും ബിസിയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവരുടെ അടുത്തോട്ട് പോവുകയാണ്. ഗായ്സ്, നമ്മൾ ചെറുപ്പളശ്ശേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഊബർ കിട്ടാത്തത് കൊണ്ട് ഞാനൊരു ബൈക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തു. അല്ല ഗൈസ്, ഇത് എൻ്റെ ഫ്രണ്ട് രേക്ക്. ബെസ്റ്റ് ഫ്രണ്ട് സോറി. ഇതാണ് ഇവിടുത്തെ എന്താ മലയുടെ പേര്? അനങ്ങമല. അതിപുരാതന മല, ഒരുപാട് സിനിമകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള അനങ്ങമല. ഇതാണ് കോത്തക്കുരിശി. ലെഫ്റ്റ് റോഡൊക്കെ വളരെ അടിപൊളി റോഡ്. അതിന് ഇത് ഞാൻ പോവില്ല. എണ്ണ അടിച്ചു തരാടാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെർപ്പശ്ശേരി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെർപ്പശ്ശേരിയാണ് ഗൈസ്. ഡ്രോപ്പ് ചെയ്യാൻ വന്ന എന്നെ കൊണ്ട് അവൻ മിക്കവാറും ഒരു ഷർട്ട് അടിപ്പിക്കും. തെണ്ടി. ഇത് ട്രയലാണ്, സോറി. കൊള്ളാം, ഇഷ്ടമായി. ഇത് രസമുണ്ട്. ഹേയ് ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ മൂവർ സംഘം. ഹലോ ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റാർട്ടിങ് ആണ്. റോളിങ്. ഈ കുറച്ച് മതി. അയ്യോ എടി, തല ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ വീഡിയോന്ന്. അയ്യോ കുട്ടി ഇൻട്രോവേർട്ടാണ് ഗൈസ്. പർദേശിയാ ചവയാണോ ഗൈസ്? നമ്മൾ ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. ഫോട്ടോഷൂട്ടില്ല, വീഡിയോ ആണ് കേട്ടോ, ഫോട്ടോ അല്ല. മേഡം അടുത്ത സിനിമ ഏതാണ് മേഡം? നമ്മളിവിടെ നിന്ന് 2 വഴിയിലോട്ട് പിരിയുകയാണ് ഗൈസ്. ഇവരിങ്ങോട്ടും പോവും, ഞാൻ ഇങ്ങോട്ടും പോവും ഗൈസ്. കേട്ടാ, ലൈൻ കട്ട്. കറി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
അമ്മായി തിരിച്ചു പറയേ അമ്മായി പോകുന്നതിൽ വിഷമം ചിരിച്ചിരിക്കണേ എന്നോട് ചോദിച്ചോ അതെന്താ കാരണം വിഷമല്ല കറച്ചിൽ വരുന്നുണ്ട് കേട്ടോ. സാരമില്ല. അവിടെ വേറൊരു ബ്ലോഗറാണ് ഗൈസ്, വേറെ ബ്ലോഗർ, ട്രാവൽ ബ്ലോഗർ. എന്തൊക്കെയാ നടക്കുന്നേ? ഇംഗ്ലീഷല്ല, മലയാളാണ്. പാലക്കാട് അട്ടപ്പാടിന്ന് ഹൈവേ ഏത് ഹൈവേ? കൊച്ചി വഴിപാട് ഹൈവേ നമ്മള് ഹൈവേയിലോട്ട് കയറി. ഹൈവേന്റെ അടുത്താണ് നമ്മൾ. ഇനി ഓരോരുത്തർ പരിചയപ്പെടുത്തി കൊടുക്കും. ആരാണ്? ഇത് അച്ചിച്ചൻ, ഇത് നമ്മുടെ ഡ്രൈവർ ഉണ്ണിയേട്ടൻ, ഇതൊരു ബ്ലോഗറാണ് മിഹിക, റെയിൽവേ ബ്ലോഗർ. ഇതിനെ പിന്നെ അറിയാലോ, ഇതിന് പിന്നേക്ക് അറിയാം പ്രാളം, ഇത് പിന്നെ അറിയാലോ, അത് അമ്മമ്മ. ഇതായിരുന്നു പല്ലില്ലാത്ത മുത്തശ്ശി. ഞങ്ങളുടെ നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. അവിടെ ഒരു പ്രാന്തത്തിൽ നിൽക്കുന്നു. സോറി ഗൈസ്. കുട്ടി ഇൻട്രോവേർട്ടാണ്. സോറി ഗൈസ്. ഒരാളിവിടെ സൈഡായി. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു കിളി പറന്നൊരു ഫീലായിരുന്നു. പിന്നെ ഉള്ളിൽ കയറി എല്ലാം കഴിഞ്ഞ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ പോയിൻ്റെ ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞാൻ എയർപോർട്ടിൽ നിന്ന് മീൻസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ട്, വീട്ടിൽ നിന്നല്ല, വരുന്ന വഴി ഫുഡ് മേടിച്ചിട്ട് ഞാനത് എയർപോർട്ടിൻ്റെ ഉള്ളിലിരുന്ന് കഴിച്ചു, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ച ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന്. പെട്ടെന്ന് ശ്രമിച്ച് ഞാൻ കുറേ അഭിനയിച്ച് നോക്കി, നടന്നില്ല. പിന്നെ കുറച്ച് നേരം വല്ല പക്ഷിയോ പറവയൊക്കെ വരണ്ടോ എന്നിങ്ങനെ കണ്ണും മിഴിച്ചിരുന്ന്. ഈ 2 മണിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. എനിക്ക് പകൽ അങ്ങനെ ഉറങ്ങിയിട്ടൊരു ശീലമില്ലാത്തതുകൊണ്ട് കുറേ ഞാൻ അഭിനയിച്ച് നോക്കിയാൽ പോലും എനിക്ക് സാധിച്ചില്ല അതിന്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ലീവ് എല്ലാവരെയും പോലെ തന്നെ ഫ്ലൈറ്റിൽ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും? ഒരു പിടി നല്ല ഓർമ്മകൾ. പിന്നെ ഇനി എപ്പോഴാണ് അങ്ങോട്ട് തിരിച്ചെത്തുക, എപ്പോഴാണ് പോവുക, എങ്ങനെ ഇനി അടുത്ത ലീവ് എടുക്കാം, എപ്പോഴായിരിക്കും ലീവ് വരിക, എത്ര മാസമുണ്ട്, ഇതൊക്കെ കണക്കൂട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കാതലിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഒരാഴ്ച ഞങ്ങൾ പിരിഞ്ഞിരുന്നതിൻ്റെ വിഷമമുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താണെന്ന് അറിയില്ല. അവിടെ UAE അല്ല, പുറത്ത് എവിടെയാണ്, എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അവിടെ എയർപോർട്ടിലെത്തി. ദുബായ് എയർപോർട്ട് തന്നെയായിരുന്നു. എനിക്ക് 2 ബോക്സ് ഉണ്ടായിരുന്നു. ഒരു പെട്ടിയും ഒരു ബാഗും ഉണ്ടായിരുന്നു. കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബാഗ് വന്നു, പെട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ 2 സാധനങ്ങൾ കിട്ടി. അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചിട്ടല്ല, അപ്പുറത്ത് ഡ്രൈവറുണ്ട്, ടാക്സി പിടിച്ചിട്ട് വന്നു. ആൾക്ക് എന്നെ കൊണ്ടുവരാൻ, എൻ്റെ കാതലിന് എന്നെ കൊണ്ടുവരാനൊന്നും സമയമില്ല. ആൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.